ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്നലെ മഴ പെയ്തോണ്ടാന്നൊന്നും വലിയ വെയിലില്ലാത്തതുകൊണ്ട് അത്ര ചൂടില്ല. ഞങ്ങൾ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ പുതിയൊരു ബേക്കറി തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കടികളൊക്കെ വാങ്ങിക്കാം. മെയിനായിട്ട് ഇതൊക്കെ വാങ്ങാൻ വേറൊരു റീസൺ കേട്ടോ, ഞാൻ ഓഫീസിലെത്തിയിട്ട് പറഞ്ഞുതരാം. പിന്നെ പോകുന്ന വഴിക്ക് തെർമോക്കോളും കൂടി എടുത്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ ഓഫീസിലെത്തിട്ടോ വാങ്ങിയ സാധനങ്ങൾ കാണിച്ചുതരാം. ഇവിടെ ഒരു പുതിയ ബേക്കറി തുടങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ടോ സാധനം. സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് റീൽസിന് ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സന്തോഷമായിട്ട് വാങ്ങിയെന്നുള്ളൂ. വലിയ പൈസ ചെറിയൊരു പൈസ ഇട്ടിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ചെറിയ നമ്മളെ രീതിയിലുള്ള സെലിബ്രേഷൻ അതിന് വാങ്ങിയതാട്ടോ. നോക്കി നോക്കാം. അത് വെറൈറ്റി സാധനങ്ങൾ ഞാൻ കണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഒരു സാധനം ഇട്ടത് ഞാൻ വൈക്കുന്നതിന് തിന്ന് വരുമ്പം സാധനം എന്താ ഞാൻ കാണിച്ചു തരാം. ഇപ്പം എനിക്കൊരു നൊസ്റ്റാൾജി ഐറ്റമാണ്. ഇതൊരു ഇങ്ങനെ ജെല്ലി പോലത്തെ സാധനമാണ്. പണ്ട് ഞാൻ വേറൊരു ബേക്കറിയിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മയൊക്കെ വാങ്ങി. പക്ഷെ അന്ന് വാങ്ങുമ്പോൾ അത് കുറച്ചുകൂടി വലിപ്പമുണ്ടായിരുന്നു, കുറച്ചുകൂടി സോഫ്റ്റ് ആണ്. ഇപ്പോൾ കുറച്ച് കട്ടിയുണ്ട്. പക്ഷേ ടേസ്റ്റിനും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ കുറച്ച് മധുരമൊക്കെ കൂടുതലാണ്. പണ്ട് ഇത്ര മധുരമൊന്നും ഇട്ടീന്. കൊള്ളാം. ഇത് ജസ്റ്റ് ഇങ്ങനത്തെ ഐറ്റംസ് ആട്ടോ. ഒരു എന്താ ഇതൊരു ബൂസ്റ്റ് പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ മൈസൂർ പാക്കിൻ്റെ വേറെ ബൂസ്റ്റിനൊക്കെ ഉള്ള സാധനം. അതുകൊണ്ട് ഇത് വാങ്ങി. പിന്നെ ഇത് എന്തെങ്കിലും ഇത് ഗീ പാക്കാന്ന് തോന്നുന്നു. അല്ല വേറെ എന്തോ ഗീ പാക്ക് എന്നാന്ന് തോന്നുന്നു. അങ്ങനെ ഈ 3 സാധനമാണുള്ളത് മധുരമായിട്ടുള്ള. പിന്നെ ഒരു ഡോണറ്റും വാങ്ങിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചത് ആ ജല്ലി മുട്ടയില്ലേ, ആ ജല്ലി മുട്ട ഇത്രയും സാധനങ്ങളാട്ടോ നമ്മൾ വാങ്ങിയത്. ഞങ്ങൾക്ക് റീൽസിൽ നിന്ന് ഇപ്പോൾ 500 രൂപ കേട്ടോ കിട്ടിയത്. എന്താ വെച്ചാൽ റീൽസിന് ആദ്യമായിട്ടാണ് നമുക്ക് പിന്നെ പേയ്മെൻ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതിന് മുന്നേ നമുക്ക് ബാട്ടർ കോള കിട്ടിയിട്ടുണ്ട്. അതിൽ സാധനം ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ലല്ലോ. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ബാട്ടർ കോളാബായിട്ട് കിട്ടിയ കേട്ടോ. ഇത് 2 പ്രാവശ്യമായിട്ട് കിട്ടിയതാണ്. പിന്നെ ഇതിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമുക്ക് പേയ്മെൻ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. 500 രൂപയാണ്. ഇതിലത്തെ എല്ലാ സാധനം കൂടി ഇപ്പോൾ തിന്നാന്ന് വെച്ച് തോന്നില്ല കേട്ടോ. ഈ മധുരമുള്ള സാധനമൊക്കെ കുറച്ചായിട്ട് തോന്നുന്നു. അതൊക്കെ ഈ കവറിലേക്ക് ഇട്ടേക്കട്ടെ കാണിക്കാൻ വേണ്ടി വെച്ചാൽ. അതുകൊണ്ടൊന്നും ചോറില്ല കേട്ടോ നമുക്ക്. ഇതന്നെ തിന്ന് പിന്നെ ചോറില്ല. ലഞ്ചെല്ലാം കഴിക്കില്ല. ഇന്ന് ഇത്രയും സാധനം ഉള്ളതുകൊണ്ട് പിന്നെ ലഞ്ചില്ല. ലഞ്ച് കട്ട്ലേറ്റ് ഇവിടെ ക്രിസ്പി കേട്ടോ. ഇത് കുറച്ച് വെച്ചാ കുഴപ്പമില്ല. ഇതിൻ്റെ ചോയ അത്ര കുഴപ്പമില്ല. ഉള്ളിൻ്റെ അതെന്ന് വെച്ചാൽ 2 പ്രാവശ്യം നമുക്ക് കിട്ടിയത് പേർപ്പിൾ തന്നെ കേട്ടോ. ഇത് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കും പെട്ടെന്നൊരു മെസ്സേജ് ഉണ്ട്, ഞാൻ ഇങ്ങനെ നോക്കിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചില്ല അത് ഇങ്ങനെ ഒരു ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയതാണെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെ എനിക്ക് ഇടയ്ക്ക് വരാമല്ലോ. കുറച്ച് ആൾക്കാർ മെസ്സേജ് ആക്കി പിന്നെ അതിനെ പറ്റി ഫോളോ അപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കലുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഞാൻ അതിൽ റിപ്ലൈ കൊടുത്താൽ. പക്ഷെ അവരിങ്ങനെ പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ ഒരു സോങ്ങാണ്, ഒരു തമിഴ് സോങ്ങാണ്. അതൊന്ന് ജസ്റ്റ് അതിനൊരു റീല് ചെയ്യാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനൊരു റീല് നേരത്തെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്റ്റോറേജ് ഫുള്ളായി എന്നിട്ട് ബാക്കിയൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവരൊരു ജസ്റ്റ് ഒരു തമിഴ് സോങ് ആണ്. അപ്പോൾ അതിനൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ചെറിയ എന്തൊക്കെ അതിൽ മെയിനായിട്ട് വേണ്ടതെന്നുള്ള ജസ്റ്റ് ഒരു പറഞ്ഞിട്ടേനും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഒരു അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത് ഞാൻ അപ്ലോഡ് ചെയ്ത്. അപ്പോൾ ഒരു 4-5 ദിവസത്തിനുള്ളിലാണ് പേയ്മെൻറ്റ് കയറുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പേയ്മെൻറ്റ് കയറില്ലായിരിക്കും, കാരണം അപ്രൂവ് ആയിട്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കയറുണ്ടാവില്ല വിചാരിച്ച്. അങ്ങനെ ഞാൻ 4-5 ദിവസം കഴിഞ്ഞപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അവർക്ക് മെസ്സേജ് അയച്ചു നോക്കി. അപ്പോൾ ഒരു അന്ന് ഈവനിങ് കയറും എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ കറക്റ്റ് ഈവനിങ്ങിന് കയറും ചെയ്തിട്ടോ. അങ്ങനെയാണ് ഫസ്റ്റത്തെ പേയ്മെൻറ്റ് വന്ന കഥ കേട്ടോ. ആർക്കും ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ട് ഇങ്ങനെ ആരെയും കണ്ടാൽ ഒരു ചടപ്പാവും എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തുടങ്ങുക ഫസ്റ്റ്. ഞാൻ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. കാരണം എനിക്ക് ഫസ്റ്റ് തന്നെ ഞാനിങ്ങനെ വീഡിയോ ഇടുമ്പം മീൻസ് എന്നെ അറിയുന്ന ആൾക്കാർ കണ്ടാൽ എനിക്കൊരു ചടപ്പേനു. അങ്ങനെ അറിയുന്ന ആൾക്കാരൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഞാൻ വീഡിയോ തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ അതായത് നമ്മൾ ചെയ്തിട്ട് നമുക്കൊരു ഇത് വരുമല്ലോ, ആര് കണ്ടാലും കുഴപ്പമില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തിയ ടൈമാണ് ഞാൻ എല്ലാവരും അൺബ്ലോക്കൊക്കെ ചെയ്ത്. അതുവരെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടം ഉണ്ടായിട്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കുകയാണെങ്കിലും അതിൽ കാര്യമില്ലല്ലോ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യുന്നത് വേണം. ശരിക്കും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിലൊക്കെ കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ഓൺ ആയതാണ്, പക്ഷേ ഇതുവരെ അതിൽ പേയ്മെൻ്റ് ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൽ നല്ലപോലെ വീഡിയോ ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അതിൽ പേയ്മെൻ്റ് ഒക്കെ കിട്ടാൻ തുടങ്ങും. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ ഇൻസ്റ്റയിൽ ഇപ്പോൾ അങ്ങനെ വീഡിയോ ഇടാനുള്ള ടൈം കിട്ടുന്നില്ല. കാരണം ഞാനിപ്പോൾ മെയിനായിട്ട് യൂട്യൂബ് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ഇൻസ്റ്റയിൽ അങ്ങനെ ഡെയിലി വീഡിയോ ഇടാൻ പറ്റില്ല. ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈം ഇൻസ്റ്റയാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയത്. അപ്പോൾ ഇൻസ്റ്റയിൽ നല്ല റീച്ച് ഉണ്ടായിരുന്നു. അത് സ്റ്റാർട്ടിങ് ഡെയിലി ഇങ്ങനെ വീഡിയോ ഇട്ട് പോകുമായിരുന്നു.
പിന്നൊരു ടൈം എത്തിയപ്പോൾ എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാതെയായി. അങ്ങനെ ആണ് അതിൻ്റെ ഒരു റീച്ച് ഒന്നും ഇങ്ങനെ കുറഞ്ഞത്. ഇന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ള സാധനത്തിൻ്റെ അഡ്രസ്സൊക്കെ ഞാൻ എന്താ ഇവിടെ കൊണ്ടുവച്ചതാട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നോക്കി പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ ഫുഡ് നമ്മൾ ഫുള്ളായിട്ട് കഴിച്ചില്ല കേട്ടോ. അപ്പോഴത്തെ വയറ് ഫുള്ളായതുകൊണ്ട് അവിടെ വെച്ചതാ. ബാക്കി ഇൽത്തനുണ്ട്. ഇത് ഞാൻ വിചാരിച്ചത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. ഞാൻ ഇതിന് മുന്നേ നോണിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതെങ്കിലും ഇഷ്ടപ്പെടും വിചാരിച്ചിട്ട് വാങ്ങിയതായിരുന്നു. പക്ഷെ അതും എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ കുറച്ച് അതിൻ്റെ വിശക്കുമ്പോൾ തിന്നാൻ വിചാരിച്ചിട്ട്. ഇന്ന് നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഡിസ്പാച്ച് ചെയ്യുമ്പോൾ മഴ പെയ്യില്ലായിരിക്കും. കാരണം ഡിസ്പാച്ച് ചെയ്യുമ്പോൾ മഴ പെയ്താൽ നമ്മൾ കുടുങ്ങിപ്പോകും. ക്ലൈമറ്റ് കണ്ടിട്ട് മഴ പെയ്യാൻ നിൽക്കുന്നവരുണ്ട്. ഓനവിടെ പാക്ക് ചെയ്തുകൊണ്ട് കേട്ടോ. എനിക്ക് കുറച്ചുകൂടി പ്രിൻ്റ് ചെയ്യാനുണ്ട്. ആ പ്രിൻ്റ് ചെയ്യാനുള്ളതും കൂടി കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇനി ഓനെ സഹായിക്കാം. നേരത്തെ ബാക്കി പപ്സ് ആട്ടോ ഇപ്പോഴാണ് തിന്നുന്നത്. ഇന്ന് മൊത്തം രാവിലെ തൊട്ട് ഓരോരോ കടികളായിട്ട്. കാരണം ഒന്നരി തിന്നാൻ പറ്റില്ല. പിന്നെ വിശക്കൊന്നുമില്ല കേട്ടോ. അപ്പം ലഞ്ചധികം കഴിക്കാത്ത ദിവസമുണ്ട്. ഡ്രസ്സില്ലേ എനിക്ക് 2 കൊല്ലം മുന്നേ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്ന കേട്ടോ. അത് അന്ന് എനിക്ക് ഇടാൻ പറ്റില്ല. കാരണം അന്ന് ഇത്തിരി കൂടി തടി ഉണ്ടായിരുന്നു ഞാൻ. അന്ന് അപ്പോൾ ഈ ഡ്രസ്സില്ലേ എനിക്ക് 2 കൊല്ലം മുന്നേ എൻ്റെ ബർത്ത്ഡേക്ക് തന്നതാട്ടോ. പക്ഷെ അന്ന് ഇതുണ്ടോ പ്രിൻ്റർ പേപ്പർ പിടിക്കുന്നില്ല. ഇതാണ് അടുത്ത പ്രശ്നം. പ്രിൻ്ററിൻ്റെ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം. ശരിക്കും ഇത് 10 എണ്ണം 30 എണ്ണം ഒരുമിച്ച് അടിയേണ്ട പ്രിൻ്ററാണ്. ഇതിൽ ഓരോ പ്രിൻ്റ് ഇടുമ്പോഴും നമ്മളിങ്ങനെ ആ മുകളിലത്തെ പേപ്പർ വലിക്കേണ്ടി വരും. ഒന്ന് താത്തി കൊടുക്കണം. താഴോട് താത്തി കൊടുത്താൽ മതി. അതുകൊണ്ടോ ആ പേപ്പർ വേസ്റ്റ്. ഇനി ആ പേപ്പർ ഉപയോഗിക്കാൻ പറ്റില്ല. A5 ഇട്ട് അടിക്കാനേ പറ്റുള്ളൂ. അതൊക്കെയാണ് ഈ പ്രിൻ്ററിൻ്റെ മെയിൻ പ്രശ്നങ്ങൾ കേട്ടോ. ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എന്താ പറഞ്ഞാൽ ഈ ഡ്രസ്സ് എനിക്ക് 2 കൊല്ലം മുന്നേ എൻ്റെ ബർത്ത്ഡേക്ക് തന്നതാണ് കേട്ടോ. പക്ഷെ അന്ന് എനിക്ക് ഈ ഡ്രസ്സ് ഇടാൻ പറ്റില്ല. അന്ന് ഇത് ഭയങ്കര ടൈറ്റിന് കേട്ടോ. കയറുന്നതല്ലേ കൈയൊക്കെ ടൈറ്റായിട്ട്. പക്ഷെ ഇപ്പം ഇത് ഇടാൻ പറ്റുന്നുണ്ട്. കാരണം അന്നത്തേനേക്കാൾ എത്രയോ മെലിഞ്ഞു ഞാൻ. ഇപ്പം അത് ഇപ്പോൾ ഡയറ്റ് തുടങ്ങിയിട്ട് വേണം ഒന്ന് തിരിച്ചിൻ്റെ ഒരു ഹെൽത്തി ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇതവിടെ 4 എണ്ണം കൂടി കേട്ടോ പ്രിൻ്റ് എടുക്കാനുള്ള. അതിൽ ഓൾറെഡി 1 കൂടെ ആയിട്ടുണ്ട്. അപ്പം 3 എണ്ണം ഇനി ടോട്ടൽ പ്രിൻ്റ് എടുക്കാണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമ്മളെ പണി കഴിയും. പക്ഷേ നല്ല മഴക്കാറുണ്ട്. ഇവിടെ ഈ റൂമിലൊക്കെ നല്ല ഇരുട്ടായില്ലേ. പക്ഷെ സമയം ഈവനിങ് ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നല്ല ഇരുട്ട്. കാരണം മഴക്കാറുണ്ട്. മഴക്കാറ് കാണിച്ചു ഈ ഒരു സൈഡ് കംപ്ലീറ്റ് മഴക്കാറാണ്. മഴ അതപ്പോൾ പെയ്യണോന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ. നല്ല മഴക്കാറുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ മഴ പെയ്യുണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ഉണ്ടോ ഇപ്പോൾ പെയ്യും. പിന്നെ നമ്മളെ പണിയും കഴിഞ്ഞില്ല. ഇവിടെ ലൈറ്റ് ഇട്ടൊക്കെ കേട്ടോ. കാരണം പ്രിൻ്റൊന്നും കാണുന്നില്ല. സ്ക്രാച്ച് ഉണ്ടോയെന്നും കാണുന്നില്ല ലൈറ്റിലായിട്ട്. ഇങ്ങനെ കണ്ടോ സ്ക്രാച്ച് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ കാണില്ല. ഇവിടെ ഉണ്ടോ 2 ബ്ലാക്ക് അടയാളം. അങ്ങനെ ഓരോ സ്ക്രാച്ച് ഉണ്ടാവും. പെട്ടെന്ന് നമ്മളെ കണ്ണ് പെടില്ല. ലൈറ്റ് ഇല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. ഇത് 2 എണ്ണം കൂടിയാണ് കേട്ടോ പ്രിൻ്റ് ചെയ്യാനുള്ള. 2 A4 കോംബോ ആണ്. ഇത് A5 കഴിഞ്ഞ്. ഇതിനി അവിടെ ഒന്ന് കൊണ്ടു കൊടുക്കട്ടെ. ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞോ ഇവിടുത്തെ പണികളൊക്കെ? മഴ പെയ്യും തോന്നിട്ടോ കണ്ടിട്ട്. മഴ പെയ്തിട്ടോ. നമ്മൾ പാക്കിങ് കഴിയുന്നുള്ളതിനും ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഡിസ്പാച്ച് ചെയ്യാൻ പോകും. സമയം 6 മണി ആയിട്ടോ. ഇവിടെ മഴ പെയ്തപ്പോൾ തന്നെ കറണ്ടും പോയിട്ടോ. അപ്പോൾ നമുക്ക് അതെ പാക്ക് ചെയ്യാൻ കാണുന്നില്ല. ഇനിയിപ്പോൾ ഫ്ലാഷ് ഇട്ട് അടിച്ചിട്ട് പാക്ക് ചെയ്യേണ്ടി വരുന്നാ തോന്നുന്നത്. ഇതിപ്പോൾ ഫ്ലാഷ് അടിച്ചിട്ട് ഇവിടെ എത്ര വെളിച്ചല്ലേ. ഇവിടെ ഭയങ്കര ഇരുട്ടാ. കിട്ടിയോ? ഇതാണ് കേട്ടോ ഒറിജിനൽ വെളിച്ചം. കറണ്ട് ഇല്ലെങ്കിലുള്ളൊരു ഇത്രയേ കിട്ടുള്ളൂ വെളിച്ചം. ഇപ്പോൾ ഫ്ലാഷ് അടിച്ചിട്ട് ബാക്കിയുള്ള പണി തീർത്താളട്ടെ. ഇവിടുത്തെ ചൂടിൻ്റെ ഒരു അവസ്ഥ കാണിച്ചിട്ട് കേട്ടോ. ഫുള്ള് വേർത്ത്. പക്ഷേ ഇത് എന്താ ഉറ്റിയതുകൊണ്ട് വേറെ പറ്റിയതാ. ഈ തെർമോക്കോൾ കട്ട് ചെയ്യുന്ന കത്തി ഞാൻ എടുത്തിട്ട് അതെവിടെയോ വെച്ചതല്ല. ഇവിടെ എവിടെയോ തന്നെയാണ് വെച്ചത്. പക്ഷേ ഇപ്പം നോക്കിയിട്ട് കാണുന്നില്ല. ലൈറ്റും കൂടി ഇല്ലാത്തതുകൊണ്ടേ ഫ്ലാഷ് അടിച്ച് നോക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഈ ഒരു സ്ഥലത്തൊന്നും ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? നിലത്തൊക്കെ വീട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ടാസ്ക്കായിരിക്കും. ടേബിളിൻ്റെ മുകളിലൊന്നും കാണുന്നില്ല. കത്തി കണ്ടുപിടിക്കുമ്പോൾ കാണാതെ പോയ ഈ 2 സാധനങ്ങൾ കിട്ടി. ഒരു കത്രിക്കും പിന്നെ ഒരു ഫ്രെയിം ഇങ്ങനെ തുറക്കുന്ന സാധനം. അത് 2ഉം കിട്ടി. പക്ഷെ കത്തി മാത്രം കിട്ടിയില്ല. വേറൊരു കത്തിയും കൂടി ഉണ്ടായിട്ടു. അത് കുറേ ദിവസം മുന്നേ കാണാതെ പോയതാണ്. അത് ഇതുവരെ കിട്ടിയില്ല. ആ കത്തി എങ്ങാനും കിട്ടിയാലും മതിയെന്ന് ആലോചിക്കുന്നു.
തെർമോക്കോൾ കട്ട് ചെയ്യാൻ നല്ല മൂർച്ചുള്ള കത്തിനാണ്. അതിനാണെങ്കിൽ പുതിയ ബ്ലേഡ് കെട്ടുള്ള സാധനം, അപ്പം നല്ല മൂർച്ചത്തിൽ അങ്ങോട്ട് കട്ടായി കിട്ടും. പക്ഷേ കാണുന്നില്ല, എന്താ ചെയ്യുക. ഇത്രയും നേരം നമ്മളിവിടെ തപ്പിക്കൊണ്ടിരുന്ന സാധനം അവിടെ ഇരിക്കുന്നത്. ഈ ഫ്രെയിമിൻ്റെ മുകളിലുള്ള ഈ സാധനം കണ്ടു, ഇതൊന്നും മുറിക്കാൻ വേണ്ടിയിട്ട് ഓൻ തന്നെ ഇവിടെ കൊണ്ടുവച്ചതാണ്. എന്നിട്ട് ഇങ്ങോട്ട് കാണിച്ചു തരാം, ഇവിടെ ഉള്ളത് വന്നിട്ട് കാണിച്ചു തരാം. ഫ്രെയിം വെട്ടാൻ വേണ്ടി എടുത്തതാ, മറന്നു. എന്നിട്ട് ഞാനിവിടെ ഫുള്ള് ഇരുന്ന് തപ്പിയിട്ട് കണ്ടില്ല. അപ്പോൾ നമ്മൾ ഡിസ്പാച്ചൊക്കെ ചെയ്ത് വന്നിട്ടോ. ഡിസ്പാച്ച് ചെയ്യാൻ പോയപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് മഴയായതുകൊണ്ട് DTDCൻ്റെ വണ്ടി നേരത്തെ വന്ന്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ സാധനം ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ എന്തായാലും DTDCയിൽ എത്തിച്ചിട്ടുണ്ട്, അപ്പോൾ ഒരു ട്രാക്ക് ഐഡിയും കാര്യങ്ങളൊക്കെ തന്നെ അയച്ചു തരും. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ കറണ്ട് വന്നിന് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാൻ നാളെ കാണാം.